ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുവു'സ്കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കിൻവ വെച്ചിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. ഈ കിൻവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാറ്റ് ബേണിംഗ് ഗ്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഈ കിൻവ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഇതിനകത്ത് മാംഗനീസ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, അയൺ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ ഒരിക്കലും ഈ ഒരു സാലഡ്, അതായത് സാലഡ് രീതിയിലോ ഏത് രീതിയിലാണെങ്കിലും കിൻവ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ഇതൊരു ഫൈബർ റിച്ച് ഫുഡും കൂടിയാണ്. ഡൈജഷൻ്റെ പ്രോബ്ലം ഉള്ളവർ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർക്കും ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, BP ഉള്ളവരും അവരുടെ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് നിങ്ങൾക്കതൊരു ഡയറ്റിൽ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. ഇതിനൊരു കംപ്ലീറ്റ് റിച്ച് ഫുഡ് എന്നും കൂടി, കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഈ കിൻവ വെച്ച് എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സാലഡ്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ കിൻവ സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി കിൻവ ഞാനിപ്പോൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഒരു 2-3 തവണ ഇത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ 2 രീതിയിൽ ഇത് വേവിച്ചെടുക്കാം. ഒന്നുകിൽ നമുക്ക് ഇതിൽ കറക്റ്റ് വെള്ളം വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ റൈസൊക്കെ വേവിക്കില്ലേ, കൂടുതൽ വെള്ളം വെക്കുക, എന്നിട്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് ഇത് ഊറ്റിയെടുക്കുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അത് ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പം ഞാനിവിടെ കൂടുതൽ വെള്ളം വെച്ചിട്ട് ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിതിപ്പം വറ്റിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഇതിനിപ്പം 1 കപ്പ് കിൻവയ്ക്ക് നമ്മളൊരു 2.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കുന്നതാണ് നല്ലതായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ, നമ്മൾ ഊറ്റിയെടുക്കുന്ന കാരണം കൊണ്ട്. ഇതിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ച ആ കിൻവ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ കിൻവ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വേവാനായിട്ട് അനുവദിക്കുക കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ് വരെ ഇത് വേവിക്കേണ്ടി വരും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് നമ്മളുടെ സാലഡിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ബ്രൊക്കോളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം നമുക്ക്. അതായത് വെള്ളം കുറച്ച് തിളപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ അത് ആവശ്യത്തിന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അതെന്നിട്ട് ഊറ്റിയെടുക്കാം. അങ്ങനെയാണത് ബ്ലാൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബേബി റാഡിഷ് ആണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ ഏത് വെജിറ്റബിൾസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, കുക്കുംബർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ ബേബി റാഡിഷിന് ഉണ്ടാവുന്ന ഒരു തരം സ്മെല്ലുണ്ടല്ലോ, അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിതിങ്ങനെ ഇതിലരിഞ്ഞിട്ട് കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ പിന്നെ വേണ്ടത് നമുക്ക് പാഴ്സ്ലി ലീവ്സ് ആണ് കേട്ടോ. അത് ഈ സാലഡിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ഒരല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു ക്യാരറ്റ്, ഈ ക്യാരറ്റിനെ ഒന്ന് ചെറുതായിട്ട് ഇത് നന്നായിട്ട് പീൽ ചെയ്ത് ഒരു നീളത്തിൽ ഇതിനെ അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് പൊമഗ്രാനേറ്റ് ആണ്. അപ്പോൾ അതും ഒന്ന് ഇതിൻ്റെ അടർത്തിയെടുത്ത് അതിൻ്റെ അല്ലിയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമുക്ക് ഈ ബ്രൊക്കോളി, ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബ്രൊക്കോളി ഉണ്ടല്ലോ, ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 1 മിനിറ്റ് ഇതൊന്ന് വേവിക്കാം. അതോടുകൂടി ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 20 മിനിറ്റ്സിൻ്റെ അടുത്ത്, 15 മിനിറ്റ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ പല കീൻവയും പല മാതിരിയാണ്, പല ബ്രാൻഡഡ് കീൻവയാണല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെവിന് വ്യത്യാസങ്ങൾ വരും കേട്ടോ. അങ്ങോട്ടും 5-10 മിനിറ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ വരാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് നോക്കൂ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ഇതിൽ നിന്ന് മാറ്റി ഒരു സ്ട്രെയിനറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ ആ വേവിച്ച് സ്ട്രെയിൻ ചെയ്തെടുത്ത കിൻവ ഉണ്ടല്ലോ, അത് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇതാ കണ്ട കറക്റ്റായിട്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാനായിട്ട് ഒരല്പം ഡ്രസ്സിങ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിൻവ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ കളറിലുള്ള ഇത് പല ടൈപ്പ് കിൻവ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർ ഈ രീതിയിലുള്ള കിൻവ വാങ്ങിച്ചുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഒരു മൈൽഡ് ടേസ്റ്റാണ്. പിന്നെ നോർമലി എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള വേറെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറിലുള്ളത് ഉണ്ടാവാറുണ്ട്, അതുപോലെ ബ്ലാക്ക് കളറിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ഇതൊന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഇത് വാങ്ങിക്കുകയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഡ്രസ്സിങ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ചെറുനാരങ്ങ നീര് കേട്ടോ, ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് മതിയേ. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിട്ടുള്ള കിൻവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് നമുക്ക് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബേബി റാഡിഷ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ, വട്ടത്തിൽ അരിഞ്ഞതാണ്. അതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല, അതിൻ്റെ കണ്ടോ ആ റെഡ് കളർ അവിടെ തന്നെയുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രൊക്കോളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റിൻ്റെ ഞാൻ ഫുൾ എടുത്തിട്ടില്ല കേട്ടോ, 1/4 പോർഷനെ എടുത്തിട്ടുള്ളൂ. അത് നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ പൊമഗ്രനേറ്റ് നമ്മൾ വിടർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പാഴ്സി ലീവ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 തണ്ട് പുതിനയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒരു സ്പൂണും ഫോർക്കും കൂടെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഫെറ്റ ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഈ ഫെറ്റ ചീസിൻ്റെ പ്രത്യേകത ഇത് നല്ല സോറും അതുപോലെ തന്നെ സോൾട്ടിയുമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആ ഫെറ്റ ചീസും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കിൻവ ശരിക്കും പറഞ്ഞാൽ ഒരു സൗത്ത് അമേരിക്കൻ ആണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മൾ ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കേണ്ട ഒരു സാലഡാണ് ഈ കിൻവ സാലഡ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോട്ടീൻ്റെ ഒക്കെ കുറവ് നമുക്ക് എപ്പോഴും ഡയറ്റിൽ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു ഫുഡാണ്. അതുപോലെ ഇതിപ്പം ഞാനിത് ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു മെത്തേഡ് കേട്ടോ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിന് ആയാലും ഒക്കെ വളരെ ഡിഫറെൻറ്റ് രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ആ റെസിപ്പീസൊക്കെ ഞാനിനി പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഡിന്നർ റെസിപ്പി ആയിട്ടാണ് ഇതിപ്പം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഡിന്നർ റെസിപ്പി ആയിട്ടുള്ള ഈ ഒരു സാലഡ് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമല്ലേ, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണേ. ഞാനപ്പോൾ അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കാഷ്യൂനട്ട് ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് നട്ട്സ്, അതായത് ബദാമോ അല്ലെങ്കിൽ പംകിൻ സീഡോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ സീഡ്സ് അതിലിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ഡെക്കറേഷനും ഇതിൽ ഫോട്ടോയിൽ ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവൂസ് കിച്ചൺ.